നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഭൂമി തരം മാറ്റ അപേക്ഷകളിൽ അതിവേഗം തീർപ്പുണ്ടാക്കുന്നതിന് ഒക്ടോബർ 25 മുതൽ സംസ്ഥാനത്ത് അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ. പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് തല പട്ടയമേളയും ഒറ്റപ്പാലം കോടതി സമുച്ചയത്തിലുള്ള ഭൂമിയുടെ കൈമാറ്റ ചടങ്ങുമാണ് ഒറ്റപ്പാലം CSN ഓട്ടോത്തിൽ വെച്ച് നടത്തിയത്. മന്ത്രി കെ രാജൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്തു. 25 സെന്റ് വരെയുള്ള ഭൂമി സൗജന്യമായി തരം മാറ്റുന്നതിന് ഒക്ടോബർ 25 മുതൽ നവംബർ 10 വരെ സംസ്ഥാനത്തെ 71 കേന്ദ്രങ്ങളിൽ അദാലത്ത് നടത്തുമെന്ന് റവന്യൂ മന്ത്രി സൂചിപ്പിച്ചു. തരം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിവേഗം തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. 2026 മുമ്പ് കുടിയായ്മയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും തീർപ്പാക്കും. വിവിധ വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമി പരസ്പര സമ്മതത്തോടെ ഏറ്റെടുക്കാനും വിതരണം ചെയ്യുവാനും പട്ടയം മിഷൻ വഴി റവന്യൂ വകുപ്പിന് കഴിയുമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. ഈ വർഷം ഒക്ടോബർ 25 മുതൽ നവംബർ 10 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ 25 സെന്റ് വരെയുള്ള സൗജന്യ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ 71 കേന്ദ്രങ്ങളിലും പുതിയ അദാലത്ത് നടത്തിക്കൊണ്ട് നെൽവയൽ തണ്ണീർത്തട തരം മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിവേഗം തീർപ്പ് കൽപ്പിക്കാനുള്ള തീരുമാനം കൂടി കഴിഞ്ഞ ദിവസം ചേർന്ന കളക്ടർമാരുടെ യോഗം കൈക്കൊണ്ട വിവരവും നിങ്ങൾ. ഒറ്റപ്പാലം 2 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA അധ്യക്ഷനായിരുന്നു. പി മമ്മിക്കുട്ടി MLA മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേമരാജ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത്, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെയും അഷ്ടാംഗം ആയുർവേദ കോളേജിന്റെയും സഹായത്തോടെ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM മനോമോഹനന്റെ അധ്യക്ഷതയിൽ ചാത്തന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുഹറ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ AS പ്രശാന്ത് വിഷയാവതരണം നടത്തി. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രതിജ്ഞയോടെ ആരംഭിച്ച ക്യാമ്പിൽ വാവന്നൂർ ആയുർവേദ കോളേജ് പ്രൊഫസറും HODയുമായ CP ധന്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിലേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ബീന, പ്രേമ എന്നിവർ പങ്കെടുത്തു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പിൽ മരുന്നുകളുടെ വിതരണവും ഉണ്ടായിരുന്നു. പ്രാഥമികമായ രക്തപരിശോധന, യോഗ പരിശീലനം എന്നിവയും നടത്തി. വയോജനങ്ങൾക്ക് വേണ്ടി പദ്ധതി നടപ്പാക്കണം എന്ന് പറയുമ്പോൾ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ 5 അല്ല 15% അതിൽ കൂടുതൽ നടപ്പാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സ്നേഹവീടിന്റെ പ്രവർത്തനത്തിൽ തന്നെ നല്ല ഒരു സംഖ്യ നമുക്ക് ആ പ്രവർത്തനത്തിന് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എക്സസൈസ് ചെയ്യുന്ന ഉപകരണങ്ങൾ വയോ പാർക്ക് നമ്മളുടെ കറുകപുത്തൂർ പകൽ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവിടെ പോവുകയും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടുന്നതിന് വേണ്ടിയുള്ള ചെറിയ എക്സസൈസ്, പ്രായം കൂടുമ്പോൾ കയ്യിലും കാലിനും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ. തൃശൂർ പൂരം വിവാദത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി VS സുനിൽകുമാർ. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിച്ചതായി സുനിൽകുമാർ ആരോപിച്ചു. തനിക്ക് അറിയാവുന്ന വിഷയങ്ങളെല്ലാം ജനങ്ങളോട് തുറന്നു പറയും. പൂരം തടസ്സപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം നടന്നില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നതാണ്. പൂരം പിന്നിൽ കലക്കിയതിന് പിന്നിൽ ലക്ഷ്യമുണ്ടെന്നും സുനിൽകുമാർ ആരോപിച്ചു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു.
തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിൽ ഒന്നാണ് ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡ്. ചുറ്റുഭാഗം പാടശേഖരത്താൽ ചുറ്റപ്പെട്ട തുരുത്താണ് ഉപ്പുങ്ങൽ പ്രദേശം. അതിനാൽ മഴക്കാലത്ത് റോഡിലേക്ക് വെള്ളം കയറി ഈ പ്രദേശം ഒറ്റപ്പെടുന്ന അവസ്ഥയാണുണ്ടായിരുന്നത്. റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് ആശ്വാസമാകും. 2.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനം നടത്തുന്നത്. ഇതോടൊപ്പം കർഷകർക്കു വേണ്ടി ഇരു സൈഡുകളിൽ റാമ്പുകളും നിർമ്മിക്കും. ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ഇതുവഴിയുള്ള വാഹനങ്ങൾ ചമ്മന്നൂർ കല്ലൂർമ വഴിയും എരമംഗലം വഴിയുമാണ് പോകേണ്ടതെന്നും പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരത്തെ അറിയിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തിന് അല്ലെങ്കിൽ ഇതുവഴി പോകുന്ന യാത്രക്കാർക്കാണെങ്കിലും ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഒരുവിധ കുറച്ചെങ്കിലൊക്കെ ഒരു സഹായകമാവും. എന്തായാലും ഇത്രയും വർക്ക് ഒരാഴ്ചയുള്ളിൽ ഇൻ്റർലോക്കിൻ്റെ വർക്ക് ഫിനിഷിംഗ് വർക്ക് ആവും. പിന്നീട് ഈ സൈഡ് കെട്ടുന്ന ഐറിഷിൻ്റെ വർക്കാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാവും. ഇതിനോടനുബന്ധിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളിൽ നല്ലൊരു ഇടപെടലുണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു സാധ്യമാവുന്ന വികസനം നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നത്. വെള്ളക്കെട്ട് നിർമ്മാർജ്ജനത്തിനു പുറമെ ടൂറിസം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധമായി ഉപ്പുങ്ങൽ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനായി പ്ലാന്റ് ഫണ്ട് 15 ലക്ഷം രൂപയും എസ്റ്റിമേറ്റ് 1 കോടി പ്രോജക്റ്റ് റിക്വസ്റ്റും വെച്ചിട്ടുണ്ട്. നിർമ്മാണം മുടങ്ങിയപ്പോൾ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനം നൽകിയിരുന്നതായും ഗതാഗത തടസ്സമുള്ളതിനാൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ എടുത്തതായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ പറഞ്ഞു. CCTV ന്യൂസ് പുന്നയൂർകുളം. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ SFIയുടെ ആഭിമുഖ്യത്തിൽ സെയ്താലി അനുസ്മരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ റാലിയും നടന്നു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SFI പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സെയ്താലി അനുസ്മരണം സംഘടിപ്പിച്ചത്. സെയ്താലിയുടെ 50ാം രക്തസാക്ഷി ദിനാചരണം കൂടിയായിരുന്നു ഇത്തവണത്തേത്. വിദ്യാർത്ഥി റാലിയോടെയാണ് അനുസ്മരണ പരിപാടികൾ തുടങ്ങിയത്. അധികാരത്തിലിരിക്കുന്നവർ ഉണ്ടാക്കിയെടുക്കുന്ന സാംസ്കാരികമായിട്ടുള്ള അവരുടെ മേൽക്കോയ്മയെ അവർ ഇവിടെ കൃത്യമായിട്ട് സ്ഥാപിക്കുമ്പോൾ അതിനെ കൂടെ പോകുന്നവരായി ഈ നാളിതുവരെ ജനാധിപത്യവാദികളെന്ന് മതനിരപേക്ഷവാദികളെന്ന് പറഞ്ഞ ആളുകൾ കൂടി ആ തലത്തിലേക്ക് പോകുന്ന അപകടകരമായ അവസ്ഥയാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് OG ജേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VT സുജിത്, ജില്ലാ സെക്രട്ടറി SV ബിൻ, പ്രസിഡന്റ് VV അഭിഷേക്, T ഗോപാലകൃഷ്ണൻ, K ജീവൻ, സെയ്താലിയുടെ സഹോദരൻ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വയനാടിനോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഞ്ചന കാണിക്കുകയാണെന്ന് ആരോപിച്ച് തിരുവേഗപ്പുറയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വയനാട് ദുരിതബാധിതർക്ക് അടിയന്തര സഹായം എത്തിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവേഗപ്പുറയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചുമായിരുന്നു പ്രകടനം. തിരുവേപ്പുറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത്. M രാധാകൃഷ്ണൻ, K ശ്രീജേഷ് മറ്റു നേതാക്കളും പ്രകടനത്തിൽ അണിനിരന്നു. സർവ്വതും നഷ്ടപ്പെട്ട വയനാടിന്റെ പുനർസൃഷ്ടിക്കായി അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെയും കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പും നടത്തുന്ന പിണറായി സർക്കാരിനെതിരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുമിറ്റക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ സമരം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മുൻ സെക്രട്ടറി വാഹിദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നടത്തി BJP മെമ്പർമാരുടെ തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും ഇവർ പറഞ്ഞു. തിരുമിറ്റക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷത വഹിച്ചു. ആറങ്ങോട്ട് സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ഇസ്മയിൽ, INTUC ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഹസൻ, AP ഉണ്ണി, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാനു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.